നമസ്കാരം. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇ അഹമ്മദ് എം പി അന്തരിച്ചു. വിടവാങ്ങിയത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവ്. ഖബറടക്കം നാളെ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ. നിര്യാണത്തിലനുശോചിച്ച് ജില്ലയിൽ നാളെ സർവകക്ഷി ഹർത്താൽ. ഇന്ന് ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രത്തിന്റെ നടപടിയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റേത് സംസ്കാരഹീനമായ നടപടിയെന്ന മുഖ്യമന്ത്രി. ബജറ്റ് അവതരണം അഹമ്മദ് സാഹിബിനോടുള്ള അനാദരവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. തലശ്ശേരിയിലെ സംഘർഷ മേഖലകളിൽ പോലീസ് റെയ്ഡ് തുടരുന്നു. പാനൂർ കൊളവല്ലൂരിൽ 3 ബോംബുകൾ കണ്ടെടുത്തു. ബോംബുകൾ കണ്ടെടുത്തത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന്. ബോംബുകളിൽ അപകടകരമായ കുപ്പി ബോംബുകളും. റെയ്ഡ് തുടരുമെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇ അഹമ്മദ് എം പി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ദില്ലിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പാർലമെന്റിൽ വെച്ച് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്കാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് നടന്ന രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെയായിരുന്നു ഇ അഹമ്മദിന് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത്. ഖബറടക്കം നാളെ ജന്മനാടായ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ നടക്കും. അതേസമയം നിര്യാണത്തിൽ അനുശോചിച്ച് നാളെ കണ്ണൂർ ജില്ലയിൽ സർവകക്ഷി ഹർത്താൽ ആചരിക്കും. മുസ്ലിം ലീഗിന്റെ മതേതര മുഖമായിരുന്നു ഇ അഹമ്മദ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവും. അഹമ്മദിന്റെ വിയോഗത്തോടെ മുസ്ലിം ലീഗിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഉന്നതനായ നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. കണ്ണൂരിന്റെ വികസന മേഖലയിൽ അദ്ദേഹത്തിന്റെ പങ്കും വിലമതിക്കാനാവാത്തതാണ്. Having been elected a member of the House of the People, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. മികച്ച പാർലമെന്റേറിയനും ഇന്ത്യൻ ന്യൂനപക്ഷ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയുമായ ഇ അഹമ്മദ് 1938 ഏപ്രിൽ 29 കണ്ണൂർ സിറ്റിയിലാണ് ജനിച്ചത്. വ്യാപാരിയായ അബ്ദുൽ ഖാദർ ഹാജിയും എടപ്പകത്ത് നഫീസ ബീവിയുമാണ് മാതാപിതാക്കൾ. കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂൾ, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, തിരുവനന്തപുരം ലോ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. MSF കെട്ടിപ്പടുത്തുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിം ലീഗ് നേതൃനിരയിലെത്തുന്നത്. MSFന്റെ പ്രഥമ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇ അഹമ്മദ് ആയിരുന്നു. 1967 കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടാണ് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് ഒരു തവണ കൊടുവള്ളിയെയും പിന്നീട് തുടർച്ചയായി 3 തവണ താനൂരിനെയും നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. അതിനിടയിൽ 1981-83 കാലത്ത് കണ്ണൂർ നഗരസഭാ അധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെട്ടു. 1983-88 കാലഘട്ടത്തിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്നു. 1991 മഞ്ചേരിയിൽ നിന്നാണ് ലോക്സഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലും വിജയം ആവർത്തിച്ചു. 2004 പൊന്നാനിയിലേക്ക് മാറിയ അഹമ്മദ് 2009 മലപ്പുറമായി മാറിയ പഴയ മഞ്ചേരിയിലേക്ക് തന്നെ തിരിച്ചെത്തി. വിദേശകാര്യം, റെയിൽവേ, മാനവ വിഭവശേഷി വികസനം എന്നിവയായിരുന്നു കേന്ദ്ര മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്ത വകുപ്പുകൾ. 1991 മുതൽ 2014 വരെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലെ സ്ഥിരം ഇന്ത്യൻ സാന്നിധ്യമായിരുന്നു അഹമ്മദ്. ഹജ്ജ് സൗഹൃദ സംഘാംഗവും കഅബ കഴുകൽ ചടങ്ങിന് ക്ഷണിക്കപ്പെടുന്ന ഏതാനും ലോക മുസ്ലിം നേതാക്കളിൽ ഒരാളുമായിരുന്നു അഹമ്മദ്. കണ്ണൂരിന്റെ വികസന മേഖലയിൽ പതിഞ്ഞ അദ്ദേഹത്തിന്റെ പാദമുദ്രകൾ കാലത്തിനു പോലും മയക്കാൻ കഴിയാത്തതാണ്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയായിരുന്നപ്പോൾ കണ്ണൂർ സിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഹംദർദ് സർവകലാശാല കേന്ദ്രവും ഏഴിമല നാവിക അക്കാദമിക്കു വേണ്ടി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിച്ച മേൽപ്പാലവും ഇതിന്റെ ചെറിയ അടയാളങ്ങൾ മാത്രം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തുറന്ന വണ്ടിയിൽ സഞ്ചരിച്ച കേരളത്തിലെ റെയിൽവേ യാത്രാ പ്രശ്നം പഠിച്ച അദ്ദേഹം ഭൂരിഭാഗം റെയിൽവേ സ്റ്റേഷനുകളും നവീകരിക്കുകയും 19 മാസം കൊണ്ട് 19 പുതിയ വണ്ടികൾ അനുവദിക്കുകയും ചെയ്തത് നിരന്തരം അവഗണിക്കപ്പെട്ട കേരളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ചരിത്രം. അതേസമയം പാർലമെന്റിന്റെ വിളിപ്പാടകലെ ചേതനയേറ്റ ശരീരം കിടക്കുമ്പോൾ ബജറ്റ് അവതരിപ്പിച്ചത് തികച്ചും അപലപനീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ സംസ്കാരത്തിന് ചേരാത്ത നടപടിയാണിതെന്നും കണ്ണൂരിൽ മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ശ്രീ അഹമ്മദ് എംപിയുടെ
നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തട്ടെ. പാർലമെൻറ്റിന് വെളിപ്പാടകലെ ഇ അഹമ്മദിൻ്റെ ചേതനയേറ്റ ശരീരം കിടക്കുമ്പോൾ പാർലമെൻറ്റിനകത്ത് ബജറ്റ് അവതരിപ്പിക്കുന്ന നിലയുണ്ടായിരിക്കുന്നു. ഇത് അങ്ങേയറ്റം അപലപനീയമായ നടപടിയാണ്. ഇന്ത്യൻ സംസ്കാരത്തിന് ചേരാത്ത നടപടിയാണ്. സംസ്കാരഹീനമായ നടപടിയാണ്. ഇതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പാർലമെന്റിൽ ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചത് അഹമ്മദ് സാഹിബിനോടുള്ള തികഞ്ഞ അനാദരവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. രാഷ്ട്രീയ ചുമതലകൾ സത്യസന്ധമായി നിർവഹിച്ച വ്യക്തിയോടുള്ള നിന്ദയാണിതെന്നും VM സുധീരൻ തലശ്ശേരിയിൽ പറഞ്ഞു. അഹമ്മദ് സാഹിബിനോട് കാണിച്ച കടുത്ത അനാദരവാണ് അത് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരമൊരു സംഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ബജറ്റ് സമ്മേളനമാണ്. ബജറ്റ് ഒരു ദിവസം മാറ്റിവെച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഒരിക്കലുമില്ല. അഹമ്മദ് സാഹിബിനെ പോലെ സിറ്റിംഗ് MP ആയിട്ടുള്ള ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ സാധാരണ പാർലമെൻറ്റ് നടക്കുന്ന രീതി എന്ന് പറയുന്നത് സിറ്റിംഗ് MP മരിച്ചു കഴിഞ്ഞാൽ അന്ന് അനുശോചനം നടത്തി പിരിക്കുന്ന രീതിയാണ്. ആ പതിവ് തെറ്റിക്കേണ്ട കാര്യമില്ലായിരുന്നു. അമിതമായൊരു ആവേശം ബജറ്റിൻ്റെ കാര്യത്തിൽ കാണിക്കേണ്ടതില്ല. അതിൻ്റെ പേരിൽ അഹമ്മദ് സാഹിബിനെ പോലെ ഒരാളോട് ഇത്ര വലിയൊരു അപരാധം, ഒരു അനാദരവ് ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ലായിരുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ് സംഭവിച്ച ഏറ്റവും വലിയ ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട് കീഴിലുള്ള ആശുപത്രിയാണ് അത്. ആശുപത്രി അധികൃതർ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ അവരിത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. വളരെ തെറ്റായ ഒരു നടപടിയായി പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തങ്ങളുടെ പ്രിയപ്പെട്ട സാഹിബിന്റെ ഓർമ്മയിൽ യത്തീംഖാനയിലെ കുട്ടികൾ. പാവപ്പെട്ട കുട്ടികൾക്ക് താമസിക്കാനായി 1964 ആരംഭിച്ച യത്തീംഖാനയിൽ ഇപ്പോൾ 25 കുട്ടികളാണ് ഉള്ളത്. എല്ലാ പെരുന്നാളിനും സമ്മാനങ്ങളുമായി എത്തുന്ന സാഹിബിന്റെ മുഖമാണ് ഇവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. യത്തീംഖാനയിലെ ഓരോ ചുവരുകളിലുമുണ്ട് ഈ അഹമ്മദ് സാഹിബിനെ കുറിച്ചുള്ള ഓർമ്മകൾ. എല്ലാ പെരുന്നാക്കും ഇഫ്താർ വിരുന്നുമായി എത്തുന്ന സാഹിബിനെ കുറിച്ച് പറയാൻ യത്തീംഖാനയിലെ കുട്ടികൾക്ക് 100 നാവാണ്. ഇവിടെ വന്നിട്ട് 7 വർഷമായി അദ്ദേഹം എല്ലാ വർഷവും ഇവിടെ വരുത്തുന്നുണ്ട്. നമുക്ക് സീറ്റ്സ് എല്ലാം കൊടുത്തിട്ട് നമ്മളപ്പുറം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകും. നമ്മളടുത്ത് ചിലപ്പോൾ ഭക്ഷണം തിന്നും. അങ്ങനെ കുറേ വട്ടം വന്ന് ഇവിടെ. ഞാൻ ഈ കൊല്ലം ഇവിടെ വന്നതാണ്. പിന്നെ ഈ സ്കൂളിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്ന്. പിന്നെ ഇവിടെ എത്തിങ്ങാനിലെല്ലാം സൗജന്യമായിട്ടാണ് നടത്തുന്നത്. ഭക്ഷണം ദിവസവും റമദാനിൽ കൊണ്ടുതരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാനെല്ലാം ഇരിക്കും അവർ. യത്തീംഖാനയിൽ കുട്ടികൾക്ക് എന്ത് ആവശ്യം വന്നാലും ഓടിയെത്തി ചെയ്തു കൊടുക്കുമായിരുന്നു സാഹിബ്. 1964 യത്തീംഖാന തുടങ്ങുമ്പോൾ കാര്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1973 ഇ അഹമ്മദ് ദീനുൽ ഇസ്ലാം സഭയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം യത്തീംഖാനയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇദ്ദേഹം ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. നിരാലംബരും രക്ഷകർത്താക്കളുമില്ലാത്ത പാവപ്പെട്ട അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെയേറെ താല്പര്യപൂർവ്വം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സ, ഭക്ഷണം, മറ്റെല്ലാ സൗകര്യങ്ങളും അവർക്ക് നൽകുന്നതിലും അത് കൃത്യമായി അവർക്ക് എത്തിക്കുന്നതിലും വളരെയേറെ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ 25 കുട്ടികളാണ് യത്തീംഖാനയിൽ ഉള്ളത്. 30ഓളം അനാഥ പെൺകുട്ടികൾക്ക് സഹായവും നൽകി വരുന്നു. ഇവിടുത്തെ കുട്ടികളിൽ പലരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭയ്ക്ക് നഷ്ടമായത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയ സാരഥിയെ. 43 വർഷം മുൻപ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഇ അഹമ്മദ് DISന്റെ വഴികാട്ടിയായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്ന നേതാവായിരുന്നു ഇ അഹമ്മദ്. പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്. മുസ്ലിം പെൺകുട്ടികൾ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞുകൂടാ. കണ്ണൂർ സിറ്റിയിലെ ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിക്കെങ്കിലും വിദ്യാഭ്യാസം ലഭിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇതിനായാണ് അദ്ദേഹം ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചത്. സിറ്റിയിലെ ഓരോ കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീക്കെങ്കിലും വിദ്യാഭ്യാസം കൊടുത്ത് ആ കുടുംബത്തെ മൊത്തം, അതിലൂടെ സിറ്റിയെ മൊത്തം
വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ദീൻ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിർമ്മാണം തന്നെ. അദ്ദേഹം അതിനുവേണ്ടി മുൻകൈ എടുത്തു. ഇന്നലെ വരെയുള്ള എല്ലാ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും നമ്മുടെ കൂടെ, നമ്മുടെ ശക്തിയായി, നമ്മുടെ പിന്നിലുണ്ടായിരുന്ന സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എല്ലാവരിലും എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇന്ന് ദീനുൽ ഇസ്ലാം സഭയുടെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, വനിതാ കോളേജ്, അറബിക് കോളേജ്, ഹയർ സെക്കൻഡറി മദ്രസ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. സിറ്റിയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ ആ വാക്കുകൾ അദ്ദേഹത്തിലുണ്ടായിരുന്നു. ഇനിയും എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പോളിടെക്നിക് കോളേജ് കൂടി കൊണ്ടുവരണം എന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ 43 വർഷം ദീനുൽ ഇസ്ലാം സഭയുടെ സാരഥി കൂടിയായിരുന്നു ഇ അഹമ്മദ്. കണ്ണൂർ സിറ്റിയുടെ പ്രിയ നായകൻ ഇ അഹമ്മദ് സാഹിബ് അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് സിറ്റിക്കാരുടെ കൂടെയായിരുന്നു. കണ്ണൂർ പ്രവാസി കൂട്ടായ്മ ദുബായിൽ സംഘടിപ്പിച്ച സിറ്റി ഫെസ്റ്റിൽ കഴിഞ്ഞ മാസം അദ്ദേഹം എത്തി. അന്ന് 2000-ലധികം വരുന്ന പ്രവാസികൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂരിന്റെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന ഇ അഹമ്മദ് സാഹിബിന് കണ്ണൂർ സിറ്റി എന്ന സ്വന്തം നാട് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ ദുബായിൽ സംഘടിപ്പിച്ച ചടങ്ങാണ് സിറ്റിക്കാരുടെ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ്. അതും കാലം കരുതി വെച്ച ഒത്തുചേരലായിരിക്കാം. ജനിച്ചു വളർന്ന നാടിനെ അന്ന് അദ്ദേഹം അടയാളപ്പെടുത്തിയത് ഇങ്ങനെ. കണ്ണൂർ സിറ്റിയുടെ പേരിൽ ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിച്ചുകൊള്ളട്ടെ. ജനിച്ചു വളർന്ന നാടിനെ ആർക്കും മറക്കാൻ സാധ്യമല്ല. കളിച്ച് പഠിച്ച് വളർന്നവർക്ക് ഒരു പ്രത്യേകതയും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ത്യക്കകത്തും പുറത്തുമായി പ്രാദേശികം മുതൽ അന്താരാഷ്ട്രം വരെയുള്ള ഒരുപാട് ചടങ്ങുകൾ പങ്കെടുക്കാൻ അള്ളാഹുവിനെ അനുഗ്രഹിച്ചിരുന്നു, അൽഹംദുലില്ലാഹ്. പക്ഷേ അന്നെല്ലാം ഞാൻ അനുഭവിച്ചിരുന്ന ആ മാനസികമായ അഭിമാനവും സംതൃപ്തിയും എല്ലാം, അതിനെല്ലാം പമ്പ കിടക്കുന്നതാണ് നിങ്ങളോടൊപ്പമുള്ള എൻ്റെ ഈ ബന്ധവും സംസാരവും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സിറ്റി ജുമാ മസ്ജിദിന് സമീപത്തെ സൗഹൃദ കൂട്ടായ്മകൾ, വലിയകുളം, അറക്കൽക്കെട്ട, നാഴികമണി, DAS, കണ്ണൂർ മുസ്ലിം ജമായത്ത്, അങ്ങനെ സിറ്റിയുടെ ഓരോ ഇടങ്ങളും അന്ന് അദ്ദേഹം ഓർത്തെടുത്തു. പ്രവാസി കൂട്ടായ്മയിൽ പങ്കെടുത്ത ഡൽഹിയിലേക്ക് മടങ്ങിയ ഇ അഹമ്മദ് രാഷ്ട്രീയ ഭരണരംഗങ്ങളിൽ തന്റെ സബര്യ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മുഴുനീളെ നാടിനും നാട്ടാർക്കും വേണ്ടി പ്രവർത്തിച്ച ജനനായകൻ ഇന്ത്യൻ ഭരണസിരാകേന്ദ്രമായ പാർലമെന്റിൽ കുഴഞ്ഞു വീണത്. അവസാന നിമിഷവും നാടിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചു കണ്ണൂർ സിറ്റിയുടെ ഈ അതുല്യ പ്രതിഭ. മുസ്ലിം ലീഗിന് മാത്രമല്ല രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കരുത്തനായ ഒരു നേതാവിനെയാണ് നഷ്ടമായതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി കുഞ്ഞഹമ്മദ് സാഹിബ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവസാന അത്താണിയായി കരുതിയിരുന്നത് ഇ അഹമ്മദിനെയാണ്. അദ്ദേഹത്തിന്റെ വിടവ് നികത്താൻ കഴിയാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാർഗദർശിയും ദേശീയ മുഖവും കരുത്തനായ നേതാവും ആദർശ സംഹിതയിൽ അടിയുറച്ചു നിന്ന് നയരൂപീകരണം നടത്താൻ നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തിത്വമായിരുന്നു ജനാബ് ഇ അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഏത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അവസാനത്തെ അത്താണിയായി ഞങ്ങൾ കരുതിയിരുന്നത്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, ഞങ്ങൾക്ക് ആശ്വാസം നൽകിയിരുന്നത് അഹമ്മദ് സാഹിബായിരുന്നു. കണ്ണൂരിന് നഷ്ടമായത് മതസൗഹാർദ്ദവും മതമൈത്രിയും ഉയർത്തിപ്പിടിച്ച നേതാവിനെയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവി. അവസാന നിമിഷം വരെ ജനാധിപത്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഇ അഹമ്മദ് എന്നും അദ്ദേഹം അനുസ്മരിച്ചു. സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ക്ഷീണ പ്രയത്നം നടത്തിയിരുന്നു. മതസൗഹാർദ്ദവും മതമൈത്രിയും ഉയർത്തിപ്പിടിച്ച ഒരു നേതാവാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെ ഈ സമൂഹമായി ഏറ്റവും വലിയ ആളുകളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു. അദ്ദേഹം ജനാധിപത്യത്തോടും മതേതരത്തോടും കാണിച്ച പ്രതിബദ്ധതയുടെ പ്രതിഫലനം എന്നോളമാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൻ്റെ സമയത്താണ് ദൈവം നിയോഗം എന്ന നിലക്ക് അദ്ദേഹം അവിടുന്ന് തളർന്നു വീഴുന്നത്. അവസാന നിമിഷം വരെ ജനാധിപത്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനത്തിൻ്റെ ഒരു നിത്യസ്മാരകമായിരിക്കും അതെന്ന കാര്യത്തിൽ സംശയമില്ല. വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഇ അഹമ്മദ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരി.
പാർട്ടി നേതാവ് എന്നതിലുപരി മനുഷ്യസ്നേഹി കൂടിയായിരുന്നു ഇ അഹമ്മദ് എന്നും അദ്ദേഹം പറഞ്ഞു. സിരി സാഹിബിൽ നിന്ന് അദ്ദേഹം ആർജിച്ചെടുത്തിട്ടുള്ള ആ ഗുണവിശേഷം തൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രകടിപ്പിച്ചു. പുതിയ ഒരു തലമുറയെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസമുള്ളൊരു തലമുറയെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും അവരെ നേതൃതലത്തിലെത്തിക്കാനും അദ്ദേഹം വളരെ ഔത്സുക്യം കാണിച്ചു. അതിൻ്റെ ഫലമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃതലത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. ഇനിയൊരു ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ ഇ അഹമ്മദ് എം പി അന്തരിച്ചു. വിടവാങ്ങിയത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവ്. ഖബറടക്കം നാളെ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ. നിര്യാണത്തിലനുശോചിച്ച് ജില്ലയിൽ നാളെ സർവകക്ഷി ഹർത്താൽ. ഇന്ന് ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രത്തിന്റെ നടപടിയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റേത് സംസ്കാരഹീനമായ നടപടിയെന്ന മുഖ്യമന്ത്രി. ബജറ്റ് അവതരണം അഹമ്മദ് സാഹിബിനോടുള്ള അനാദരവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. തലശ്ശേരിയിലെ സംഘർഷ മേഖലകളിൽ പോലീസ് റെയ്ഡ് തുടരുന്നു. പാനൂർ കൊളവല്ലൂരിൽ 3 ബോംബുകൾ കണ്ടെടുത്തു. ബോംബുകൾ കണ്ടെടുത്തത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന്. ബോംബുകളിൽ അപകടകരമായ കുപ്പി ബോംബുകളും. റെയ്ഡ് തുടരുമെന്ന് പോലീസ്. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കൗസര കോംപ്ലക്സ്, കാൾടെക് ജംഗ്ഷൻ, കണ്ണൂർ. കോൺടാക്ട് 9745333222. GTechൽ പഠിച്ചാൽ ജോലിയുമുണ്ട്, വാല്യൂമുണ്ട്. കണ്ണൂരും കോട്ടയത്തും പുതിയ വലിയ കല്യാൺ ജ്വല്ലേഴ്സ്. തലശ്ശേരിയിൽ പുതിയ ഷോറൂം. ഇരട്ടിയിലധികം വലിപ്പം, ഇരട്ടിയിലധികം സ്റ്റോക്കും. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഫ്രീ ഷോപ്പിംഗ് വൗച്ചറുകൾ. കല്യാൺ ജ്വല്ലേഴ്സ്, കണ്ണൂർ, കോട്ടയം, തലശ്ശേരി. സാന്ത്വനത്തിന്റെ തൂവൽ സ്പർശവുമായി കർമ്മനിരതരായി നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും AKG സ്മാരക സഹകരണ ആശുപത്രി, തളാബ്, കണ്ണൂർ. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. കെമിസ്റ്റ് ഹോസ്പിറ്റൽ, ജോൺ മിൽ റോഡ്, സൗത്ത് ബാസാർ, കണ്ണൂർ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. Chemano International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. വാർത്തകൾ തുടരുന്നു. കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കലക്ട്രേറ്റ് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ റാലിയിൽ ജില്ലയിലെ 18 ഏരിയകളിൽ നിന്നുള്ള കർഷകരാണ് പങ്കെടുത്തത്. സൗകര്യ മേഖലകളിൽ നിക്ഷേപം നടത്താനുള്ള, നിക്ഷേപം ഉയർത്താനുള്ള ഒരു നീക്കവും കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് റബ്ബർ കർഷകരെ സഹായിക്കുക എന്നുള്ളത്. ജില്ലയിലെ 18 ഏരിയകളിൽ നിന്നുള്ള കർഷകരാണ് സമാപന റാലിയിൽ പങ്കെടുത്തത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള, അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനൻ മുള്ള, ജോയിന്റ് സെക്രട്ടറി EP ജയരാജൻ, മന്ത്രി MM മണി, KV രാമകൃഷ്ണൻ, P ജയരാജൻ തുടങ്ങിയവർ റാലിയിൽ സംസാരിച്ചു. ഉച്ചക്ക് സൗവർണിക കലാവേദിയുടെ നാട്ടരങ്ങോടെയാണ് റാലിക്ക് തുടക്കമായത്. നാട്ടറിവ് പാട്ടുകൾ, വിപ്ലവ ഗാനങ്ങൾ, നാടൻ കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കാരം എന്നിവ റാലിക്ക് മിഴിവേകി. വൈകിട്ട് സമ്മേളന പ്രതിനിധികൾ പ്രകടനമായി പൊതുസമ്മേളന നഗരിയിലേക്ക് നീങ്ങി. താണ ജംഗ്ഷനിൽ നിന്നും എടക്കാട്, അഞ്ചരക്കണ്ടി, പിണറായി, തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഇരിട്ടി, പേരാവൂർ ഏരിയകളിൽ നിന്നും എത്തിയവർ പ്രകടനമായി സമ്മേളന നഗരിയിലേക്ക് നീങ്ങിയിരുന്നു. പാനൂർ കൊളവല്ലൂരിൽ നിന്ന് ബോംബുകൾ കണ്ടെടുത്തു. പാത്തിക്കൽ മോഹനഗിരി എസ്റ്റേറ്റ് റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ഒരു സ്റ്റീൽ ബോംബും 2 കുപ്പി ബോംബുകളും കണ്ടെടുത്തത്. രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന മേഖലകളിൽ നടത്തിയ റെയ്ഡിലാണ് ബോംബുകൾ പിടികൂടിയത്. ഗ്ലാസ് കുപ്പികളിലുള്ള ബോംബുകൾ ആദ്യമായാണ് ഈ മേഖലയിൽ നിന്നും റെയ്ഡിൽ കണ്ടെത്തുന്നതെന്ന് SI MV ബിജു പറഞ്ഞു. IRPC സാന്ത്വന കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മരക്കാർകണ്ടിയിൽ ഇപ്പോൾ സാന്ത്വന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത കെട്ടിടത്തിലാണ് ആധുനിക രീതിയിൽ പുതിയ ബ്ലോക്ക് ആരംഭിച്ചത്.
ചില കേന്ദ്രങ്ങൾ ചില പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങിക്കൂടുന്നു. എന്നാൽ IRPC ജില്ലയിലാകെ വ്യാപിച്ചു കിടക്കുകയാണ്. സ്വാന്തന പരിചരണം എന്ന് പറയുന്നത് അശരണരായ രോഗികളെ ചികിത്സിക്കുക എന്നതാണ്. ആ പ്രവർത്തനം IRPC മാതൃകാപരമായി തന്നെയാണ് നിർവഹിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ രംഗത്ത് ഗൗരവമായ ഇടപെടൽ ഉണ്ടാവുമെന്നും എല്ലാവരും ഈ രംഗത്തേക്ക് വരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എല്ലാത്തിനും സമീപനം നമ്മുടെ നാട്ടിൽ. എന്നാൽ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ഒട്ടേറെ പേർ നമ്മുടെ ഓരോ പ്രദേശത്തും ജീവിച്ചിരിക്കുന്നു. അവർ ഇത്തരം പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ സഹായിക്കാനില്ല. ഇപ്പോൾ വളണ്ടിയർമാരായിട്ട് ചെയ്യുന്നത് ചികിത്സിക്കാൻ എത്തിപ്പെടുന്ന ഡോക്ടർമാർ കൂടുതൽ പരിചരിക്കേണ്ട ആവശ്യമുള്ളവർക്ക് യോഗ്യത നേടിയ നഴ്സുമാരെ സഹായിക്കുന്നു. IRPC ഉപദേശക സമിതി ചെയർമാൻ P. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി. മേയർ EP ലത, ഡെപ്യൂട്ടി മേയർ PK രാഗേഷ്, CPM കണ്ണൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി KP സുധാകരൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെള്ളൂർ രാജൻ, INL ജില്ലാ പ്രസിഡന്റ് കളരിയിൽ ഷുക്കൂർ, ഡോക്ടർ മായ, ഡോക്ടർ സന്ദീപ്, IRPC സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. 2014 ആരംഭിച്ച IRPC 25 രോഗികൾക്ക് മാത്രമായാണ് കിടത്തി ചികിത്സ നൽകിയിരുന്നത്. പുതിയ ബ്ലോക്കിൽ 50 രോഗികൾക്കായാണ് കിടത്തി ചികിത്സ നൽകുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ അഗ്രോ ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൈവവള വ്യാപാരികൾ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്നവർ കൃഷി ഓഫീസർമാരുടെ കുറിപ്പ് വാങ്ങണമെന്നുള്ളത് കൈക്കൂലി വാങ്ങുന്നതിന് തുല്യമാണ്. കൃഷിയാണ് നമ്മുടെ നാട്ടിലെ വരുമാനത്തിന്റെ സ്രോതസ്സെന്നും ദേവസ്യ മേച്ചേരി പറഞ്ഞു. കൃഷിക്കാരൻ തന്റെ കൃഷിയിടത്തില് മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, കീടനാശിനി പ്രയോഗം നടത്തണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരെ സമീപിച്ച് അവർ നൽകുന്ന കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കീടനാശിനികൾ വിൽക്കാവൂ എന്ന് വരുന്നത് ഈ രാജ്യത്തെ കർഷകനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടാണ്, വഞ്ചനയാണ്. കടപരിശോധന എന്ന പേരിലുള്ള ഉദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കണമെന്നും നേർവളങ്ങളും കോംപ്ലക്സ് വളങ്ങൾക്കും നിശ്ചിത മാർജിൻ ഉറപ്പാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുറുപ്പ്, ജനറൽ സെക്രട്ടറി PV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ റിയൽ എസ്റ്റേറ്റ് സാമ്പത്തിക മാഫിയയുടെ കയ്യിൽ നിന്നും പാനൂർ ആശുപത്രിയെയും നരിക്കോട്ട് മലയെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ വേദി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. ജനറൽ സെക്രട്ടറി PK വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പാനൂർ ആശുപത്രി സ്ഥലം പള്ളിക്കമ്മിറ്റിയിൽ നിന്നും തിരിച്ചെടുത്ത് സർക്കാർ അധീനതയിലാക്കുക, സ്ഥലം കയ്യേറാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക, നരിക്കോട്ട് മലയുടെ സംരക്ഷണത്തിനായി ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട്, അതിനാവശ്യമായ പുതിയ തസ്തികകൾ വേണം, പുതിയ ജീവനക്കാർ വേണം. ഈ സംഗതികളൊക്കെ ആവശ്യമുള്ളപ്പോഴും അത് ലഭ്യമാക്കുന്നതിന് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. MP പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനീഷ്, ജെയ്സൺ ഡൊമിനിക്, VV ദാസൻ, KK ചാത്തുക്കുട്ടി, AV രാജ, എടക്കാട് പ്രേമരാജൻ, പള്ളിപ്പുറം പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ബോധവൽക്കരണ സെമിനാർ നടത്തി. പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയൽ നിയമത്തെ സംബന്ധിച്ചുള്ള സെമിനാറാണ് സംഘടിപ്പിച്ചത്. സമൂഹത്തിലെ പാർശ്വവൽകൃത വിഭാഗമായ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിനും ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു സുപ്രധാന നിയമമാണ് പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമം. ഇവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ജനപ്രതിനിധികളും ഇടപെടണമെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും എല്ലാം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഇടപെടലുകൾക്ക് അവരുടെ ജീവിത സുരക്ഷത്തിനാവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KJ മൈക്കിൾ, സംസ്ഥാന പട്ടികജാതി ഉപദേശക സമിതി അംഗം അജിത് മാട്ടൂൽ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TT റംല, തലശ്ശേരി DYSP പ്രിൻസ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ലീഡർ BP ശശീന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു. മുണ്ടേരി പുതിയ ഭഗവതി ക്ഷേത്രം തിറമഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. മുണ്ടേരി മഹാലക്ഷ്മി ക്ഷേത്രം, കോയ്യോട്ടുചിറ മുത്തപ്പൻ ക്ഷേത്രം, മുണ്ടേരി കോളനി മുരുകൻ കോവിൽ എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ സമാപിച്ചു. വിവിധ പരിപാടികളോടെ തിറമഹോത്സവം മറ്റന്നാൾ സമാപിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ അഹമ്മദ് MP അന്തരിച്ചു. വിടവാങ്ങിയത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവ്. ഖബറടക്കം നാളെ കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ. നിര്യാണത്തിലനുശോചിച്ച് ജില്ലയിൽ നാളെ സർവകക്ഷി ഹർത്താൽ. ഇന്ന് ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രത്തിന്റെ നടപടിയെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റേത് സംസ്കാരഹീനമായ നടപടിയെന്ന മുഖ്യമന്ത്രി. ബജറ്റ് അവതരണം അഹമ്മദ് സാഹിബിനോടുള്ള അനാദരവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. തലശ്ശേരിയിലെ സംഘർഷ മേഖലകളിൽ പോലീസ് റെയ്ഡ് തുടരുന്നു. പാനൂർ കൊളവല്ലൂരിൽ 3 ബോംബുകൾ കണ്ടെടുത്തു. ബോംബുകൾ കണ്ടെടുത്തത് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന്. ബോംബുകളിൽ അപകടകരമായ കുപ്പി ബോംബുകളും. റെയ്ഡ് തുടരുമെന്ന് പോലീസ്.